Hi friends. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് CSS, ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് CSS. എങ്ങനെയാണ് ഈ മൂന്ന് രീതിയിലുള്ള CSSനെ നമ്മളൊരു വെബ് പേജിലേക്ക് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു HTML കോഡിന്റെ കൂടെ എങ്ങനെ നമുക്ക് ഈ മൂന്ന് ടൈപ്പ് ഓഫ് CSSനെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ മൂന്ന് ടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ആ മൂന്ന് ടൈപ്പ്? ഇൻലൈൻ CSS, ഇന്റേണൽ CSS, എക്സ്റ്റേണൽ CSS. If you are placing CSS inside an HTML tag, then it is called as inline CSS. ഒരു HTML ടാഗിനകത്തായിട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഒരു CSS എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയും. അപ്പോൾ ഒരു HTML എലമെന്റിന് മാത്രമേ അവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഒരു വെബ് പേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു HTML ഫയലിന് വേണ്ടിയിട്ട് നമ്മളൊരു CSS എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റേണൽ CSS എന്ന് പറയുക. അതിന് നമുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ സഹായകം ആവശ്യമാണ്. അതേപോലെ നമ്മൾ ഈ CSS എഴുതുന്നത് യൂഷ്വലി ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷനകത്തായിരിക്കും ഇന്റേണൽ CSS നമ്മൾ എഴുതാറുള്ളത്. ദെൻ മൂന്നാമത്തെ കാറ്റഗറി ഓഫ് CSS ആണ് എക്സ്റ്റേണൽ CSS. ഇപ്പൊ നമ്മൾ HTML കോഡും CSSന്റെ കോഡും എല്ലാം കൂടെ ഒരു ഫയലിനകത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സിറ്റി ജനറേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ CSSന്റെ ഫയലിനെ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ കുറെ വെബ് പേജസിന്റെ കളക്ഷനാണ്. അപ്പോൾ എല്ലാ വെബ് പേജസിലേക്കും വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന എക്സ്റ്റേണൽ CSSന്റെ ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വരിക. ഇപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ എടുക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ബുക്കിനെ ഒരു CSS ആയിട്ട് ചിന്തിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബാഗിനകത്ത് തന്നെ നമുക്ക് ആ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇൻലൈൻ CSS. കാരണം അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ സ്കൂളോ കോളേജോ ചിന്തിക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ബാഗിനകത്തുള്ള ഒരു ബുക്കിനെ നമുക്ക് ഇൻലൈൻ CSS എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ക്ലാസ് റൂമിനകത്ത്, നമ്മുടെ സ്കൂളിലോ കോളേജിനോ അകത്തുള്ള നമ്മുടെ ക്ലാസ് റൂമിനകത്തുള്ള ഒരു ബുക്ക് ഇപ്പൊ നമുക്ക് റെഫർ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങൾ വന്നു നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരു ബുക്ക് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് തന്നെ ഒരു ചെറിയ ലൈബ്രറി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ബുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് പറയാം ഇന്റേണൽ CSS എന്ന് പറയാം. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിനെ ഒരു വെബ് പേജ് ആയിട്ട് ചിന്തിക്കുക. ഇപ്പൊ ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ എല്ലാ ആൾക്കാരെയും നമുക്ക് എന്ത് വിളിക്കാം? ഒരു HTML എലമെന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ ഒരു ക്ലാസ് റൂമിനകത്ത് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കുറച്ച് ബുക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഇന്റേണൽ CSS പറയാം. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിന്റെ ഭാഗം മാത്രമാണ് ആ ഒരു ചെറിയ ലൈബ്രറി. ഇനി നമ്മൾ എക്സ്റ്റേണൽ CSS എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബുക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ടാവും അല്ലെ. അവിടെ നമ്മുടെ ക്ലാസ്സിന്റെ ബുക്സ് മാത്രമല്ല, നമ്മുടെ ഹയർ ക്ലാസ്സസ്, നമ്മുടെ ലോവർ ക്ലാസ്സസ്, അങ്ങനെ എല്ലാ സ്കൂളിൽ എന്തൊക്കെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ബുക്സും ആ ലൈബ്രറിയിൽ ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ്റ്റേണൽ CSS എന്ന് പറയാം. അപ്പൊ ആ ഒരു വലിയ കോളേജ് അല്ലെങ്കിൽ സ്കൂളിനെ നമ്മളൊരു വെബ്സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ വെബ്സൈറ്റിനകത്ത് പല ക്ലാസ് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ എന്താ, പല വെബ് പേജസ് അല്ലെ. ഇനി അതിനകത്ത് ഒരു വെബ് പേജ് എടുക്കുക. ആ ഒരു വെബ് പേജ് എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കുന്ന ക്ലാസ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ലൈബ്രറി നമുക്ക് വിളിക്കാം ഇന്റേണൽ CSS എന്ന് പറയാം അല്ലെ. ഇനി ആ ക്ലാസ്സിനകത്തുള്ള ഒരു HTML എലമെന്റിനെ നമ്മളായിട്ട് ചിന്തിക്കുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ബാഗിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ബുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ബുക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഒരു HTML എലമെന്റിനകത്ത് തന്നെ നമ്മൾ സ്റ്റൈൽ എഴുതിയിരിക്കണം. ഓക്കെ, റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞ് കൂടുതൽ കോംപ്ലക്സ് ആക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ മൂവ് ഓൺ ടു അവർ വീഡിയോ. ഐ ഹോപ്പ് ദിസ് വിൽ ബി യൂസ്ഫുൾ വീഡിയോ ഫോർ developing a web page. So now we are going to create a web page that consists of three different type of CSS: inline CSS, internal CSS and external CSS. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യണം. ദെൻ അതിനുശേഷം നമ്മുടെ HTML കോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫോർ ദാറ്റ് നമ്മൾ HTML എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ഹെഡ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്യണം. എന്തിനാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുക? പേജിൻ്റെ ടൈറ്റിൽ കൊടുക്കാനായിട്ട്. സോ CSS എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു പേജ് ടൈറ്റിൽ ഞാൻ കൊടുക്കുകയാണ്. സോ ടൈറ്റിൽ കൊടുത്തു. ദെൻ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ടാഗ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഹെഡിനകത്ത് വേറെ ഒരു കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നില്ല. ഹെഡ് എന്ന് പറഞ്ഞ ഒരു സെഷൻ ക്ലോസ് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ബോഡി എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ബോഡി എന്ന് പറഞ്ഞ ഒരു ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. BG കളറിന് ഞാൻ ഒരു വാല്യൂ കൊടുക്കുകയാണ്, ലൈറ്റ് ഗ്രീൻ. ഓക്കെ, ലൈറ്റ് ഗ്രീൻ കളർ എൻ്റെ ഈ ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. സോ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. then അതിനുശേഷം ബോഡിക്കകത്ത് ഞാൻ കണ്ടൻറ്റ്സ് എൻ്റർ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഞാൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്തു. ബിക്കോസ് എൻ്റെ കണ്ടൻറ്റ് എൻ്റെ വെബ് പേജിൻ്റെ സെൻറ്ററിലേക്ക് അലൈൻഡ് ആയിട്ട് വരണം. then അതിനുശേഷം ഞാൻ H1 എന്ന് പറയുന്നൊരു ടാഗ് യൂസ് ചെയ്യണം. H1 എന്ന് പറയുന്ന ഒരു ടാഗിനകത്താണ് ഞാനിപ്പോൾ ഇൻലൈൻ CSS ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ H1 എന്ന് പറയുന്ന ടാഗിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം.
സ്റ്റൈൽ ആട്രിബ്യൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. H1 എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മളൊരു ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹെഡിങ്ങിൻ്റെ കളറ് എനിക്ക് റെഡ് കളർ ആവണം. അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്തു. ദെൻ അവിടെ നമ്മൾ കൊടുക്കുകയാണ് കളർ റെഡ് എന്ന് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഹെഡിങ് ഞാൻ എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന ഒരു ഹെഡിങ് എൻ്റെ പേജിൽ സെൻറ്റർ അലൈൻഡ് ആയിട്ട് വരും. അതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നത് റെഡ് കളേഴ്സിലായിരിക്കും ഉണ്ടാവുക. ദെൻ H1 എന്ന് പറയുന്നൊരു ടാഗ് ക്ലോസ് ചെയ്തു. സെൻറ്റർ എന്ന് പറയുന്നൊരു ടാഗ് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നൊരു ടാഗ് ഓപ്പൺ ചെയ്യണം. അതിനകത്ത് ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ഫസ്റ്റ് H1 എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്തു. അവിടെ നമ്മളൊരു ഇൻലൈൻ CSS ആഡ് ചെയ്തു. ഇൻലൈൻ CSS മീൻസ് ഇറ്റ് ഈസ് യൂസ് ടു അപ്ലൈ സ്റ്റൈൽ ടു എ സിംഗിൾ എലമെൻറ്റ്. അപ്പോൾ H1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ CSS എഴുതിയത്. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിൻ്റെ കളേഴ്സ് മാത്രം റെഡ് കളർ ആവുക. ഓക്കെ, അതിനടുത്ത് നമ്മളൊരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്യണം. സോ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. Programming language is used for communicating with a computer. ഞാൻ ഒരു സെൻറ്റൻസ് എൻ്റർ ചെയ്തു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് യൂസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എ കമ്പ്യൂട്ടർ. അപ്പോൾ ജസ്റ്റ് ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ ഒരു സെൻറ്റൻസ് എൻ്റർ ചെയ്യണം. അതിനുശേഷം ഞാൻ പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ടാഗ് ക്ലോസ് ചെയ്യണം. സെൻറ്റർ എന്ന് പറയുന്നൊരു ടാഗ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ അടുത്തത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് div എന്ന് പറയുന്നൊരു ടാഗാണ്. ഓക്കെ, സോ div എന്ന് പറയുന്നൊരു ടാഗ്, div എന്ന് പറഞ്ഞൊരു ടാഗിന് നമുക്കൊരു ID കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ് ആയിട്ട് നമുക്ക് അതിൻ്റെ സെലക്ടേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന ID ആണ്. ഓക്കെ, divനൊരു ID കൊടുത്തു. യുണീക്കായിട്ട് നമുക്ക് ഈ വെബ് പേജിനകത്ത് ഈ പർട്ടിക്കുലർ എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ID എന്ന് പറയുന്ന ഒരു സെലക്ടർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ID അതിനകത്ത് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നൊരു ലിസ്റ്റ് ഒരു ഓർഡേർഡ് ലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ O ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ID എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ വെബ് പേജിനകത്ത് ഒരുപാട് div ടാഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ div ടാഗിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ ID അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞ സെലക്ടേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ div എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു. അതിനൊരു ID നമ്മൾ കൊടുത്തു. അതിനുശേഷം div എന്ന് പറഞ്ഞ ടാഗിനകത്ത് ഞാനൊരു ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. OL എന്ന് പറയുന്നൊരു ടാഗാണ് ഓർഡേർഡ് ലിസ്റ്റിന് യൂസ് ചെയ്യുക. അപ്പോൾ OL എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് ഏറ്റവും മേജർ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകണം. ഇപ്പോൾ OLനകത്ത് ഫസ്റ്റ് ലിസ്റ്റ് ഐറ്റത്തിന് വേണ്ടി LI എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു. C എന്ന് പറഞ്ഞൊരു ലാംഗ്വേജിൻ്റെ പേര് നമ്മൾ എഴുതി. LI ക്ലോസ് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് ലിസ്റ്റ് ഐറ്റത്തിന് വേണ്ടി നമ്മൾ LI എന്ന് പറയുന്നൊരു ടാഗ് ഓപ്പൺ ചെയ്യുന്നു. C++ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ പേര് നമ്മൾ എഴുതി. LI എന്ന് പറയുന്നൊരു ടാഗ് ക്ലോസ് ചെയ്യുന്നു. തേർഡ് ലിസ്റ്റ് ഐറ്റം എൻ്റർ ചെയ്യാനായിട്ട് LI എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ജാവ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിനുശേഷം ആ LI ക്ലോസ് ചെയ്യുന്നു. ഫോർത്ത് നമ്മൾ LI എന്ന് പറയുന്നൊരു ടാഗ് ഓപ്പൺ ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമ്മൾ PHP എന്ന് പറഞ്ഞൊരു ലാംഗ്വേജിൻ്റെ പേര് എഴുതി. അതിനുശേഷം LI ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ മേജർ ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മളെന്താ OL എന്ന് പറയുന്ന ഒരു ടാഗിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് നമ്മൾ 4 ലിസ്റ്റ് ഐറ്റംസ് എൻ്റർ ചെയ്തു. അതിനുശേഷം ഓർഡേർഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, div എന്ന് പറയുന്നൊരു ടാഗ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബോഡി എന്ന് പറയുന്നൊരു ടാഗിനെ ക്ലോസ് ചെയ്യണം. വി ആർ ക്ലോസിങ് ബോഡി ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ക്ലോസിങ് HTML. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻലൈൻ CSS മാത്രമാണ് അല്ലേ. ഇനി നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇൻറ്റേർണൽ CSS ആണ്. എന്താണ് ഇൻറ്റേർണൽ CSS? ഒരു പേജിനകത്ത് ഒരു പേജിനെ ബേസ് ചെയ്യുന്ന ഒരു കോഡ് എഴുതുമ്പോഴാണ് നമ്മൾ ഇൻറ്റേർണൽ CSS എന്ന് പറയുക. ഇറ്റ് ഈസ് യൂസ് ടു അപ്ലൈ സ്റ്റൈൽ ഫോർ എ സിംഗിൾ വെബ് പേജ്. അപ്പോൾ ഇൻറ്റേർണൽ CSS യൂഷ്വലി നമ്മൾ എഴുതാറുള്ളത് ഹെഡ് എന്ന് പറയുന്ന ഒരു സെഷനകത്താണ്. അതിനുവേണ്ടി നമ്മളെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു എലമെൻ്റാണ് സഹായിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പേജിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇൻറ്റേർണൽ CSS എഴുതാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞ സെഷനകത്തേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം സ്റ്റൈൽ എന്ന് പറയുന്ന എലമെൻറ്റ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഏത് ടാഗിനെ ബേസ് ചെയ്തിട്ടാണോ CSS എഴുതുന്നത് ആ ടാഗിൻ്റെ പേര് നമ്മളവിടെ കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മളിവിടെ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് CSS എഴുതാൻ പോകുന്നത്. പാരഗ്രാഫിനെ നമ്മൾ സെലക്ടറായിട്ട് IDയോ ക്ലാസ്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഒരു സിംഗിൾ പാരഗ്രാഫ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പാരഗ്രാഫ് എന്ന് പറയുന്ന P എന്ന് പറഞ്ഞ ഒരു ടാഗ് പ്ലേസ് ചെയ്തു. ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു. അതിനുശേഷം നമ്മൾ ആ പാരഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യണം. പാരഗ്രാഫിൻ്റെ കളർ എനിക്ക്
ഗ്രീൻ കളേഴ്സിൽ വരണം. ഓക്കെ, സോ പ്രോപ്പർട്ടി അതിനൊരു വാല്യൂ കൊടുത്തു. കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി, അതിനൊരു വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ഫോണ്ട് സൈസ്. പാരഗ്രാഫിൻ്റെ സൈസ് ഒരു 30 പിക്സൽ. ദെൻ ആഫ്റ്റർ ദാറ്റ് പാരഗ്രാഫിൻ്റെ ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക്സ് ആയിട്ടാണ്, അതായത് കുറച്ച് ചെരിഞ്ഞ അക്ഷരങ്ങളായിട്ട് എനിക്ക് പാരഗ്രാഫ് വരണം. സോ ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി, അതിനൊരു വാല്യൂ ഞാൻ കൊടുത്തു ഇറ്റാലിക്. ആഫ്റ്റർ ദാറ്റ് എൻ്റെ പാരഗ്രാഫിന് ഒരു ബോർഡർ വേണം. ഓക്കെ, നമ്മളിപ്പോൾ എഴുതുന്ന പാരഗ്രാഫിന് ഒരു ബോർഡർ വേണം. സോ ബോർഡർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം 2 പിക്സൽ സൈസിലൊരു ബോർഡർ ആൻഡ് ഷുഡ് ബി ഡോട്ടഡ് ബോർഡർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തു. ദെൻ നമ്മൾ ക്ലോസിംഗ് ബ്രേസ്, അതിനുശേഷം സ്റ്റൈൽ എന്ന് പറയുന്ന എലമെൻറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ടാഗിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് ഒരു ഇൻറ്റേർണൽ CSS എഴുതി. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. കളേഴ്സ്, ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈൽ, ബോർഡേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് പ്രോപ്പർട്ടീസ്, അതിന് കുറച്ച് വാല്യൂസ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇൻലൈൻ CSSുമായി ഇൻറ്റേർണൽ CSSുമായി. അപ്പോൾ ഇനി എന്താണ് എക്സ്റ്റേണൽ CSS? അപ്പോൾ ഇനി നമ്മൾ എക്സ്റ്റേണൽ CSS എഴുതാൻ പോകുന്നത് ഡിവിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു എക്സ്റ്റേണൽ CSS എഴുതാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഡിവിന് ഒരു ID കൊടുത്തിട്ടുണ്ട്, O ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ID കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ CSS എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ഫ്രം ദിസ് പെർട്ടിക്കുലർ വെബ് പേജ്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഭാഗമല്ല, വേറൊരു നോട്ട് പാഡ് ഫയലായിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ CSS എഴുതുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പുതിയതായിട്ടൊരു നോട്ട് പാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ആ നോട്ട് പാഡ് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡിവിനെ ബേസ് ചെയ്തിട്ടാണ് CSS എഴുതുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഡിവിന് ഇവിടെ ഒരു ID കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ID. ഓക്കെ, div ID is equal to O list. അപ്പോൾ ആ ID ആണ് നമ്മൾ CSS എഴുതുമ്പോൾ യൂസ് ചെയ്യുക. സോ ID എന്ന് പറയുന്ന ഒരു സെലക്ടർ യൂസ് ചെയ്തുകൊണ്ട് ID നെയിമിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഹാഷ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യണം. സോ ഹാഷ് O list, ഇറ്റ് ഈസ് എ നെയിം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ID. ദെൻ നമ്മൾ ഓപ്പണിംഗ് ബ്രേസ് ഇടുക. ദെൻ ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓർഡേർഡ് ലിസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ലിസ്റ്റ് ഐറ്റത്തിൻ്റെയും കളർ ബ്ലൂവും അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് സൈസുമാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ കളർ ബ്ലൂ എന്ന് കൊടുത്തു. ദെൻ നമ്മൾ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിക്കകത്ത് അതിൻ്റെ സൈസ് നമ്മൾ എൻ്റർ ചെയ്യണം. 30 പിക്സൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഒരു ഡിവിനെ ബേസ് ചെയ്തൊരു CSS നമ്മൾ എഴുതി. അത് എക്സ്റ്റേണൽ ആയിട്ടാണ് നമ്മൾ എഴുതിയത്. ഡിവിന് ഒരു ID ഉണ്ടായിരുന്നു, O ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ID. അതിനെ ബേസ് ചെയ്ത 2 പ്രോപ്പർട്ടി ആയിട്ടുള്ള കളർ, ഫോണ്ട് സൈസ്, അതായത് ഡിവിനെ ബേസ് ചെയ്ത 2 പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുത്തു. കളർ, ഫോണ്ട് സൈസ്, ആ കളേഴ്സും ഫോണ്ട് സൈസും നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ആ CSS ഫയലിനെ സേവ് ചെയ്യുക. ഫയൽ സേവ് ആസ്. സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഗോയിങ് ടു എൻ്റർ abc.css എന്നാണ് നമ്മൾ അതിൻ്റെ ഫയൽ നെയിം ആയിട്ട് കൊടുക്കാൻ പോകണം. ഓക്കെ, abc.css എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നമ്മുടെ മെയിൻ പേജിലേക്ക് വരിക, HTML പേജിലേക്ക് വരിക. അപ്പോൾ ഒരു എക്സ്റ്റേണൽ CSS നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ CSSൻ്റെ പേര് abc.css എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്റ്റേണൽ CSSനെ എങ്ങനെയാണ് നമ്മൾ പേജിൻ്റെ ഭാഗമാക്കി മാറ്റുക? സോ ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ലിങ്ക്. ലിങ്ക് എന്ന് പറഞ്ഞൊരു ടാഗ് എക്സ്റ്റേണൽ CSSനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ എക്സ്റ്റേണൽ CSS ഈസ് യൂസ് ടു അപ്ലൈ സ്റ്റൈൽ ഫോർ മെനി വെബ് പേജസ്. ഇപ്പോൾ ഇൻലൈൻ എന്ന് പറയുമ്പോൾ ഒരു ടാഗിനെ ബേസ് ചെയ്തൊരു CSS ആണ് നമ്മൾ എഴുതുക. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ ഒരു വെബ് പേജിനെ ബേസ് ചെയ്തൊരു CSS നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ CSS എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെബ് പേജസ് ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാ വെബ് പേജസിനെ ബേസ് ചെയ്തൊരു CSS നമുക്ക് എക്സ്റ്റേണൽ CSSലൂടെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ലിങ്ക് എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ പ്ലേസ് ചെയ്തു. അതിനുശേഷം REL എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. REL സ്റ്റാൻഡ്സ് ഫോർ റിലേഷൻ. സോ ഇറ്റ് ഈസ് എ സ്റ്റൈൽ ഷീറ്റ്. Then what is the type of the content that we are going to attach to this particular web page? എന്താണ്? ഒരു ടെക്സ്റ്റുവൽ ഫോമാറ്റുള്ള ഒരു CSS കണ്ടന്റ് ആണ്. സോ ടെക്സ്റ്റ് ബാർ CSS. അതിനുശേഷം എവിടെയാണ് നമ്മുടെ ഈ ഫയലിൻ്റെ ലൊക്കേഷൻ? ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ 2 ഫയലും പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഒരേ ഫോൾഡറിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേര് ഡയറക്റ്റായിട്ട് എഴുതാം. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫയൽ പാത്താണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ abc.css എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിങ്ക് എന്ന് പറഞ്ഞൊരു ടാഗിനകത്ത് പ്ലേസ് ചെയ്യുക. ലിങ്ക് എന്ന് പറഞ്ഞൊരു ടാഗ് ഹെഡ് എന്ന് പറഞ്ഞ സെഷനിലായിരിക്കും ഉണ്ടാവുക. ലിങ്കിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ CSSനെ നമ്മുടെ വെബ് പേജിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇനി ഈ ഒരു പേജിന് നമ്മൾ സേവ് ചെയ്യുക. ഫയൽ സേവ് ആസ്. ഒരു പേര് നമ്മൾ കൊടുക്കുക, CSS example എന്നാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. CSS example.html. ഓക്കെ, saved. So this is output of the web page that we have created.
അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പേജിൻ്റെ ടൈറ്റിൽ CSS എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്തു. അതിനുശേഷം 3 CSS നമ്മുടെ വെബ് പേജിനകത്ത് യൂസ് ചെയ്തു, ഇൻലൈൻ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഫസ്റ്റ് നമ്മൾ H1 എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻലൈൻ CSS എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ H1ൻ്റെ കളേഴ്സ്, H1നകത്ത് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കളേഴ്സ് റെഡ് കളർ ആവണം. അപ്പോൾ ദിസ് ഈസ് ദാറ്റ് ഔട്ട്പുട്ട്. ദെൻ അതിനുശേഷം നമ്മളൊരു പാരഗ്രാഫ് യൂസ് ചെയ്തു. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് ഒരു ഇൻറ്റേർണൽ CSS നമ്മൾ എഴുതി. ഹെഡ് എന്ന് പറഞ്ഞ സെഷനകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ആ പാരഗ്രാഫിന് നമ്മളൊരു ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ആ പാരഗ്രാഫിൻ്റെ കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, പാരഗ്രാഫിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ അതിനുശേഷം നമ്മളിവിടെ ഒരു div എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് നമ്മളൊരു ഓർഡേർഡ് ലിസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദാറ്റ് പർട്ടിക്കുലർ ഓർഡേർഡ് ലിസ്റ്റ്. അതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് ലാംഗ്വേജസിൻ്റെ പേരാണ്, ഏറ്റവും മേജർ ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജസിൻ്റെ പേരാണ് C, C++, Java, PHP. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്റ്റേണൽ CSS ആണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ എക്സ്റ്റേണൽ CSSനകത്ത് ഈ പറയുന്ന ഓർഡേർഡ് ലിസ്റ്റിന്, ഈ പറയുന്ന div എന്ന് പറഞ്ഞ ടാഗിനകത്തുള്ള കണ്ടൻസിൻ്റെ കളർ ബ്ലൂ ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഫോൺ സൈസ് 30 പിക്സൽ ആയിട്ടും ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം യൂസിങ് ഇൻലൈൻ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ CSS. I hope you got an idea about the topic. Thank you.